ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഒരു ചെറിയ ട്രിമ്മറിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. KEMEI എന്ന് പറയുന്നൊരു മോഡൽ ട്രിമ്മറാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇതൊരു ഫുൾ റിവ്യൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമല്ല. ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് ആണ്. ബോക്സ് ഇപ്പോൾ കിട്ടി, ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യുന്നു, അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പരിചയപ്പെടുത്തി തരുന്നു, അത്രയേ ഉള്ളൂ. അതിൻ്റെ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെ ഉണ്ടെന്ന് ഒരു അഭിപ്രായം നിങ്ങളടുത്ത് പറയുന്നു. ഇത് ഫുള്ളായിട്ട് കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു യൂസർ എക്സ്പീരിയൻസ് അതുപോലെ ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ബോക്സ് തുറന്ന് അതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരും മാത്രമാണ് ചെയ്യുന്നത്. ഇതൊരിക്കലും റിവ്യൂ ആയിട്ട് കണ്ടിട്ട് ഈ ഒരു സാധനത്തെ വിലയിരുത്തരുത്, ജസ്റ്റ് അൺബോക്സിങ് മാത്രം. ഒരു സാധാ രീതിയിലുള്ള കാർഡ്ബോർഡ് പാക്കിംഗ് ആണ് എനിക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സിൻ്റെ പുറത്തായിട്ട് അതിൻ്റെ ബ്രാൻഡിങ്ങും അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോക്സ് തുറന്നിട്ട് അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന് പരിചയപ്പെടാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് അതിൻ്റെ ഒരു യൂസർ മാനുവലാണ്. അതിനകത്ത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിനകത്ത് ട്രിമ്മർ, അത് കൂടാതെ അതിൻ്റെ ഒരു ചാർജിങ് കേബിളും അതിൻ്റെ ഒരു അഡാപ്റ്ററും ഉണ്ട്. ചാർജിങ് കേബിൾ എന്ന് പറയുമ്പോൾ അത് USB Type C അല്ലെങ്കിൽ മൈക്രോ USB ഒന്നും അല്ല. അവരുടെ തന്നെ പ്രൊപ്പറേറ്ററി ആയിട്ടുള്ളൊരു പിന്നാണ് വന്നിരിക്കുന്നത്, 2 പിന്നാണ് വന്നിരിക്കുന്നത്. അതാണ് ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഡാപ്റ്ററും തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു 4 ഡിഫറൻറ്റ് സൈസിലുള്ള ക്ലിപ്പുകൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ക്ലിപ്പ് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ഒരു ലൂബ്രിക്കൻ്റ് ഓയിൽ തന്നിട്ടുണ്ട്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ബ്രഷും തന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ട്രിമ്മർ എന്ന് പറയുന്നത്. വളരെ മികച്ച രീതിയിലുള്ളൊരു ബിൽഡ് ക്വാളിറ്റി നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലൊരു ക്യാപ്പുണ്ട്, ആ ക്യാപ്പ് നമുക്കെടുത്ത് കളയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് ബ്ലേഡ് എന്ന് പറയുന്നത് ഫിക്സഡാണ്. നമുക്ക് ബ്ലേഡ് ഇളക്കി മാറ്റാൻ പറ്റില്ല, സ്ക്രൂ ചെയ്ത് വെച്ചേക്കുന്ന ബ്ലേഡാണ്. നമുക്ക് സ്ക്രൂ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അത് ഇളക്കി എടുക്കാൻ പറ്റും. നമ്മുടെ MIയുടെ ഒക്കെ പോലെ നമുക്ക് ഈസിയായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പല്ല. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കഴുകാനും മറ്റൊന്നും പറ്റത്തില്ല. ജസ്റ്റ് ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലൊരു ബോഡിയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് പവർ ഓൺ സ്വിച്ച് ഉണ്ട്. അതുപോലെ നമുക്ക് 0.5 mm അതുപോലെ 1 mm ഇട്ടിട്ട് ബ്ലേഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ചെറിയ സ്വിച്ച് അതിൻ്റെ സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ LED ഡിസ്പ്ലേ തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷനാണ് കാണിക്കുന്നത്, എത്ര % ഉണ്ടെന്ന്. ഞാൻ ഇത് ഉപയോഗിച്ച സമയത്ത് ചാർജിങ് നല്ല രീതിക്കുള്ള ബാക്കപ്പ് എനിക്ക് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ചാർജിങ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഒരു മികച്ച ബാറ്ററി ബാക്കപ്പ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഉടനെ തന്നെ വരുന്നുണ്ട്, നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. നമ്മളൊരു മാസമെങ്കിലും ഇത് ഉപയോഗിച്ച ശേഷം മാത്രമേ ഇതിൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ ഇടത്തുള്ളൂ. വാങ്ങിയ ഉടനെ റിവ്യൂ ഇടത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷനിൽ കണ്ടിട്ട് കൊള്ളാൻ, കുഴപ്പമൊന്നുമില്ല. യൂസ് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. ഹീറ്റിങ് ആ ഒരു പ്രശ്നമില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഫുൾ യൂസർ എക്സ്പീരിയൻസ് ആൻഡ് റിവ്യൂ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.